ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞതുപോലെ 400 പാർ ഇപ്പോൾ BJP-യുടെ പ്രവർത്തകർ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ ഇന്ന് ഒരുപക്ഷെ താങ്കൾ പത്രത്തിൽ അമിത്ഷായുടെ അഭിമുഖം വായിച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് 5 ഘട്ടം കൊണ്ട് തന്നെ 305, 310 റേഞ്ചിൽ എത്തിയിരിക്കുന്നു. 6ാം ഘട്ടത്തിൻ്റെ കണക്ക് കൂട്ടാതെ തന്നെ 5 ഘട്ടം കൊണ്ട് തന്നെ ഞങ്ങൾ NDA 310 എന്ന് പറഞ്ഞാൽ പിന്നെ 5ഉം 6ഉം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ 400-നടുത്ത് അല്ലെങ്കിൽ ഒരു 370-നടുത്ത് എന്നുള്ള നിലയിലേക്കാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതായത് അവരുടെ കണക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് അമിത്ഷാ. 350-ൽ താഴില്ല എന്നുള്ള നിലയിലേക്ക് കോൺഫിഡൻസ് BJP-ക്കുള്ള ഘട്ടം തന്നെയാണിത് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, മുട്ട വിരിയുന്നതിന് മുൻപ് കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണരുത് എന്നാണല്ലോ വളരെ പ്രസിദ്ധമായ ഒരു ആപ്തവാക്യം. ഇത് ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത്. ഇതൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ശ്രീ അമിത്ഷായ്ക്ക് അതാണ് പറയാവുന്നത്, അതാണ് പറയേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ നോക്കുമ്പോൾ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞത് തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. 400-ൽ തുടങ്ങി താഴേക്ക് ഡൗൺവേർഡ് റിവിഷനാണ്. പക്ഷേ അപ്പോഴും BJP-യെയും NDA സഖ്യത്തെയും പരാജയപ്പെടുത്താൻ തക്ക ഒരു നമ്പറിലേക്ക് ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്നില്ല എന്നാണ് ഏതാണ്ട് ഭൂരിപക്ഷം നിരീക്ഷകരുടെയും അഭിപ്രായം. പ്രത്യേകിച്ച് 2 പ്രധാന മുഖങ്ങളാണല്ലോ തെരഞ്ഞെടുപ്പ് ഫലം വിശകലന വിശാരദന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊന്ന് പ്രശാന്ത് കിഷോർ നടത്തിയ ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ്. അതിൽ വടക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയും ഒരു ബ്ലോക്കായിട്ട് എടുത്തുകൊണ്ട് ഈ 2 മേഖലകൾ, അതോടൊപ്പം കർണാടകം കൂടെ ചേർത്ത് വെച്ചിട്ട്, ദക്ഷിണേന്ത്യയിലെ കർണാടകം കൂടി ചേർത്ത് വെച്ചിട്ട് ആ മേഖലയിൽ, അത് ഉത്തർപ്രദേശ്, പിന്നെ ഡൽഹിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര, കർണാടകം കൂടെ ചേർത്ത് ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ, ബീഹാറും കൂടെ ചേരും, അത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ 250-ൽ പരം സീറ്റുകൾ BJP-ക്ക് നിശ്ചയമായി ലഭിക്കും. അവിടെ ഈ പറയാ ഒരു ചെറിയ ദോഷം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ചെറിയ പോരായ്മ NDA-ക്ക് ഉണ്ടാകും. എന്നാൽ കിഴക്കേ ഇന്ത്യയിൽ സ്ഥിതി മെച്ചപ്പെടുത്തും. അതായത് കൂടുതൽ സീറ്റ് വരേണ്ടത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നിന്നാണെങ്കിലും കിഴക്കേ ഇന്ത്യ, അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ ബംഗാൾ, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിലെ നേട്ടം കൊണ്ട് പടിഞ്ഞാറ് വടക്ക് ഇന്ത്യയിലെ ചെറിയ കോട്ടത്തെ പരിഹരിക്കാനാവും. എങ്കിലും മൊത്തത്തിൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ലേശം കുറവ് വരും എന്ന നിലയിൽ പ്രശാന്ത് കിഷോർ ഒരു നിഗമനം നടത്തുമ്പോൾ, മറുവശത്ത് ഇന്ത്യ മുന്നണിക്ക് സ്വല്പം പ്രതീക്ഷ നൽകുന്ന നിഗമനങ്ങളാണ് ശ്രീ യോഗേന്ദ്ര യാദവ് നടത്തുന്നത്. ഈ 2 പേരും സെഫോളജിസ്റ്റുകൾ തന്നെയാണ്. പ്രശാന്ത് കിഷോർ അറിയപ്പെടുന്നത് ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിലാണ്. പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, പ്രശാന്ത് കിഷോർ തന്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെതായ ഇൻട്രസ്റ്റുകളുണ്ട്. യോഗേന്ദ്ര യാദവ് സെഫോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ രണ്ടു പേരുടെയും ബയാസുകൾ, അവരുടെ ഈ പറഞ്ഞ അവലോകനത്തിൽ നമ്മൾ നിശ്ചയമായും പ്രതീക്ഷിക്കണമല്ലോ. അത് നിഴലിക്കുന്നുണ്ടാവില്ലേ? ഉറപ്പായും 2 പേരുടെയും ഈ ഉദ്ദേശ ലക്ഷ്യം, 2 പേരുടെയും ഒന്ന് BJP-ക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് പ്രശാന്ത് കിഷോർ സംസാരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് യോഗേന്ദ്ര യാദവ് സംസാരിക്കുന്നത്. യോഗേന്ദ്ര യാദവിൻ്റെ മെത്തേഡ് പ്രശാന്ത് കിഷോറിൻ്റെ മെത്തേഡ് പോലെ അല്ല. ഈ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി നേരിട്ട് സംവദിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ജനറൽ ഇംപ്രഷൻ, അദ്ദേഹത്തിന് ഒരു ടീമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യനെയർ മെത്തേഡോ അല്ല എങ്കിൽ ശാസ്ത്രീയമായ ഒരു സെഫോളജി മെത്തേഡല്ല 2 പേര് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി നിരീക്ഷകർക്ക് നിരീക്ഷിക്കാവുന്ന നിലവാരത്തിന് അപ്പുറത്തേക്ക് ഈ 2 നിരീക്ഷണങ്ങളും വന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ ആദ്യ നിഗമനങ്ങളിൽ നിന്നും ചെറിയ തോതിൽ NDA-യുടെ സീറ്റ് ഡൗൺവേർഡിൽ റിവൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ് ആദ്യഘട്ടത്തിൽ, അതായത് ഒരു 3-4-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രവചനങ്ങളിൽ നിന്നും ലേശം മുകളിലേക്ക് BJP-ക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ 2 കൂട്ടരും വരുന്നതിന് അടുത്ത് വരുന്നുണ്ട്. ഒരു 300-ലധികം സീറ്റ് NDA-ക്ക് ഉറപ്പായും പ്രശാന്ത് കിഷോർ നൽകുമ്പോൾ പരാപരം സീറ്റുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ പരാപരത്തിൽ കുറവ് സീറ്റുകളാണ് ശ്രീ യാദവ് പറഞ്ഞു, യോഗേന്ദ്ര യാദവ്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് ശ്രീ അഭിലാഷ്, ഇത് 2ഉം അല്ലാത്ത ഒരു തൂക്ക് മന്ത്രിസഭ വരുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട്. തൂക്കുസഭ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. തൂക്കുസഭ വന്നാൽ പോലും ഇവിടെ എങ്ങും പരിഗണനാ വിഷയമല്ലാത്ത ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസും ഒറീസയിലെ ബിജു ജനതാദളും ഉണ്ടെന്ന് ഓർക്കണം. അവരെ ആരാണോ വാങ്ങിയെടുക്കുന്നത്, ചേർത്ത് നിർത്തുന്നത്, അവർക്ക് ഭരിക്കാൻ തക്ക ഒരു ഭൂരിപക്ഷം ഉണ്ടാകും. അത് NDA മുന്നണിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. NDA ആണ് പോൾ പൊസിഷൻ.